ഈ മനുഷ്യൻ തന്റെ വീടിനുള്ളിൽ കയറിയ കള്ളനെ പേടിപ്പിക്കാനായി കയ്യിൽ തോക്ക് ചൂണ്ടി നിൽക്കുന്നു. അപ്പോഴാണ് തന്റെ ഡോർബെല്ലിൽ നിന്നുണ്ടായ വലിയൊരു ശബ്ദം അയാളെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിൽ നിന്നുണ്ടായ തോക്ക് അറിയാതെ പൊട്ടും. താൻ അറിയാതെയാണെങ്കിലും ആ കള്ളനെ വെടിവെച്ചു കൊന്നു എന്നുള്ള സത്യം മനസ്സിലാക്കി. ഈ ഒരു കാഴ്ച കണ്ടതും അയാളുടെ കൈകളാകെ വരയ്ക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ പോലീസ് എത്തുന്നു. കാര്യങ്ങൾ അറിഞ്ഞതും പോലീസ് അദ്ദേഹത്തെ പ്രശംസിച്ചു. സെൽഫ് ഡിഫൻസിന് വേണ്ടി ആയതുകൊണ്ട് തന്നെ അത് ഒരു പ്രോബ്ലം ആയിരുന്നില്ല. എങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടായതിനാൽ അദ്ദേഹത്തിന് പോലീസിന്റെ കൂടെ പോകേണ്ടി വരുന്നു. കുറച്ചു നേരത്തിന് ശേഷം അയാൾ തിരിച്ച് വീട്ടിലെത്തുന്നു. അടുത്ത ദിവസം ആ ഏരിയ മുഴുവനും അറിഞ്ഞിരുന്നു എന്താണ് നടന്നതെന്ന്. അപ്പോഴാണ് ഒരു പോലീസുകാരൻ വന്ന് മരിച്ച കള്ളന്റെ ബോഡി നാളെയാണ് അടക്കം ചെയ്യുന്നത് എന്ന് പറയുന്നത്. അത് കേട്ടതും അയാൾക്ക് വേറെ റിലേറ്റീവ്സ് ഒന്നും ഇല്ലെന്ന് ഇദ്ദേഹം തിരക്കുന്നു. അപ്പോഴാണ് മരിച്ച ആൾക്ക് ഒരു അച്ഛനുണ്ടെന്നും അയാൾ ഇപ്പോൾ ജയിലിൽ നിന്നും പരോളിൽ ഇറങ്ങിയെന്നും ഇദ്ദേഹം അറിയുന്നത്. ഇത് കേട്ടതും പേടി മൂലം ഇദ്ദേഹത്തിന്റെ ഹാർട്ട് ബീറ്റ് വളരെ അധികം കൂടുന്നു. പിറ്റേന്ന് സിമിറ്റേരിയിലേക്ക് പോകുന്നു. അപ്പോഴേക്കും ബോഡി അടക്കം ചെയ്തിരുന്നു. അപ്പോഴാണ് ഒരു അജ്ഞാത വ്യക്തി അയാളോട് സംസാരിക്കാൻ എത്തിയത്. അയാളെ കണ്ട ഉടനെ ഇദ്ദേഹത്തിന് അത് മരിച്ച ആളുടെ അച്ഛനാണെന്ന് മനസ്സിലാക്കുന്നു. അയാൾ തന്റെ മകന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അത് കേട്ടതും ടെൻഷനായി ഉടനെ തന്റെ വൈഫിനെ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറയുന്നു. അതിനുശേഷം വേഗം സ്കൂളിലെത്തി തന്റെ മകനെയും പിക്ക് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. സ്റ്റേഷനിലെത്തിയതും ഉണ്ടായ കാര്യങ്ങൾ പോലീസിനോട് പറയുന്നു. എന്നാൽ എവിഡൻസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പോലീസുകാരൻ പറയുന്നു. വീട്ടിലേക്ക് പോയ അവർ വീടെത്തിയപ്പോൾ കാണുന്നത് മറ്റൊരു ഡോർ പൊളിച്ച് ആരോ കയറിയിരിക്കുന്നു. അയാൾ വൈഫിനോട് സ്റ്റേഷനിലേക്ക് പോകാൻ പറയുന്നു. അയാൾ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടത് തന്റെ മകന്റെ റൂമിൽ ബുള്ളറ്റുകൾ കിടക്കുന്ന കാഴ്ചയായിരുന്നു. ഈ പ്രാവശ്യം തെളിവുകൾ ഉള്ളത് കൊണ്ട് പ്രൊട്ടക്ഷനായി പോലീസുകാരെ അയക്കുന്നു. എങ്കിലും ഇയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായി കിച്ചണിലേക്ക് പോയി തിരിച്ചു വന്ന് ഉറങ്ങാൻ കിടന്നതും മകന്റെ ബെഡിന്റെ ഫ്രണ്ടിൽ ആ ക്രിമിനൽ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ശബ്ദം കേട്ടു പോയി നോക്കിയതും സേഫ്റ്റിക്കായി നിർത്തിയിരുന്ന പോലീസുകാരനെ ആ ക്രിമിനൽ അറ്റാക്ക് ചെയ്തിരുന്നു. ഇദ്ദേഹം ഓടി കുട്ടിയുടെ റൂമിലെത്തിയപ്പോൾ ഭാഗ്യവശാൽ കുട്ടി സേഫ് ആയിരുന്നു. ആ ഒരു ടൈം കൊണ്ട് തന്നെ ആ ക്രിമിനൽ രക്ഷപ്പെട്ടിരുന്നു. പിറ്റേന്ന് ഇദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് ആ ക്രിമിനലിനെ പിടികൂടി എന്നുള്ളതാണ്. സന്തോഷത്തോടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ എത്തിയതും ബുള്ളറ്റിൻ ബോർഡിൽ ഒരു പോസ്റ്റർ അയാളുടെ ശ്രദ്ധ നേടും. അതിൽ കണ്ട വ്യക്തിയെ ആയിരുന്നില്ല ഇദ്ദേഹം ഷൂട്ട് ചെയ്തതെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അത് അയാൾ പോലീസിനോട് പറയുന്നു. എന്നാൽ ഇയാൾക്ക് തെറ്റ് പറ്റിയതാണെന്നും പറഞ്ഞ് പോലീസ് അയാളെ ഒഴിവാക്കും. പിന്നീട് ആ രാത്രി പോലീസിനെ കാണാനായി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച ആ കള്ളന്റെ അച്ഛനെ പോലീസുകാർ കൈകെട്ടി എവിടേക്കോ കൊണ്ടുപോകുന്നതാണ്. ഇയാൾ അവരെ പിന്തുടർന്നു. അവർ ഒരു റെയിൽവേ ട്രാക്കിൽ ആ അച്ഛന്റെ കൈയും കാലും കെട്ടി കൊണ്ടുപോയി ഇടുന്നു. ഒരു പോലീസുകാരൻ ഒരു വൈൻ ബോട്ടിൽ മുഴുവനും അയാളുടെ ദേഹത്തൊഴിച്ച് അതൊരു ഡ്രങ്കൻ സൂസൈഡ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഇദ്ദേഹം കാണുന്നു. അതിനുശേഷം അവർ പോയി കുറച്ചു കഴിഞ്ഞതും ട്രെയിൻ ആ ട്രാക്കിലേക്ക് അടുക്കാനായി. മുന്നിൽ കിടക്കുന്നത് ഒരു ക്രിമിനൽ ആയിരുന്നെങ്കിലും തന്റെ ഫാമിലിയെ ഭീഷണിപ്പെടുത്തിയെങ്കിലും ഒന്നും ചെയ്യാൻ അയാൾ മുതിർന്നിരുന്നില്ല. ഇതെല്ലാം ഓർത്തതും ഇദ്ദേഹത്തിന് അയാളെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അത് തന്റെ ഫാമിലിക്ക് ഒരു ത്രെട്ടാകുമോ ഇല്ലയോ എന്നുള്ള ചിന്തയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അയാൾ അങ്ങനെ നിൽക്കുന്നതും